ഒരു നമ്പറിൻ്റെ 8% ആദ്യം ഇൻക്രീസ് ചെയ്തു, പിന്നെ ഡിക്രീസ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടി. അങ്ങനെ ആകുമ്പോൾ ആ നമ്പറിൻ്റെ ഈ 5% എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് അറ്റ് പ്രസൻറ്റ് വേണ്ടിയത് സെക്ഷണൽ ടൈമിംഗ് ഒക്കെ വരുമ്പം പെട്ടെന്ന് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം ഇത് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? 8% എന്ന് പറയുന്നത് എന്താണ്? 8/100 ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ൽ 2/25 എന്നുള്ളതാണല്ലോ 8% എന്നുള്ളത്. അപ്പം 25 27 ആയി മാറി. അതായത് 8% ഇൻക്രീസ് ആയി വന്നു. അതേപോലെ 3% ഡിക്രീസ് ആയി വന്നു. അതായത് 100 97 ആയി ഡിക്രീസ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പം കിട്ടുന്ന നമ്പർ 2619 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അതായത് ആദ്യം 2500 ആയിരുന്നു. അതായത് 25 × 100 ചെയ്യുമ്പം 2500 ആയിരുന്നു. അങ്ങനെ ആ നമ്പർ 2619 ആയെങ്കിൽ ഈ നമ്പറിൻ്റെ 5%, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഈ നമ്പറില്ലേ, ഈ നമ്പറിൻ്റെ 5% എത്രയാണെന്നുള്ളതാണ്. 5% എന്ന് പറയുമ്പം അതിൻ്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും? 5/100 ഒക്കെ വെച്ച് ചെയ്യുമ്പം 1/20 ആയിരിക്കും. 1/20 എന്ന് പറയുമ്പോൾ 250/2 എത്രയാണ് വരിക? 125. ഇതായിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷനൊക്കെ വെച്ച്, അതായത് a + b + a × b/100 വെച്ച് ചെയ്യുമ്പം നിങ്ങളുടെ മുന്നിൽ അത്രയും ടൈം ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് സ്പീഡുള്ള ആളാവണം. അപ്പോൾ കഴിയുന്നതും എന്താക്കുക, ഓരോ സംഭവത്തിന്, അതായത് 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷനിൽ 1 ആണെന്നുള്ളതും, 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണെന്നുള്ളതും, 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/4 ആണെന്നുള്ളതും. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. അതായത് ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി 12.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 ആണെന്നുള്ളതൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. കഴിയുന്നതും ഒരു 20 വരെയൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ എന്താക്കുക? പരീക്ഷ ജയിക്കുക. ഓക്കെ, ബൈ.